ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ ഒരു ചാനലൊക്കെ വേണം. എനിക്ക് കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ഒക്കെ ചെയ്തിടണമെന്ന്. കാരണം കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം. എൻ്റെ ഒരു കുഞ്ഞ് ഹാമ്പർ ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. അതിന് പോകാൻ വേണ്ടി റെഡി ആവണം. അപ്പോൾ പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് നല്ല മണം വരാനായിട്ട് ഞാൻ ഒത്തിരി സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ മണം നമ്മുടെ ജാക്കറ്റിലൊക്കെ പിടിക്കും എന്നൊക്കെ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടു കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് നല്ല മണം വരാനായിട്ട് കുറേ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. മാത്രമല്ല നമ്മളെപ്പോഴും ചാവി നിർബന്ധമായും എടുത്തിരിക്കണം, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം നമ്മുടെ ബാഗിനകത്തോട്ടാക്കിയിട്ട് റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് എന്തോ നല്ലൊരു ദിവസമാണ്, അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിക്കാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ചിങ്ങനെ പ്രാവുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വഴിയാണ് എന്നും നമ്മൾ ജോലിക്ക് കയറുന്നത്, ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തിരക്കിട്ട് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാറില്ല. ഇന്ന് എന്തായാലും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് മേടിക്കേണ്ട പെർഫ്യൂം ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഉള്ളതെന്നുള്ളത്. നമ്മളെന്തായാലും വന്ന് ചോദിച്ചപ്പം അവിടെ ആക്ച്വലി ഇല്ലെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് കടകളും കൂടി ഞാൻ കാരണം നോക്കിയപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പം എന്തായാലും വന്ന കാര്യം പാളിപ്പോയി എന്ന് കണ്ടിട്ട് ഞാൻ പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് കിടന്നപ്പോഴാണ് കണ്ടത് എന്തായാലും നല്ല വെയിലല്ലേ, കുറച്ച് നടക്കാമെന്ന്. മിക്ക കടകളിൽ ക്രിസ്മസ് ഒക്കെ മാറിയിട്ട് സാധനങ്ങളൊക്കെ മാറ്റുന്നതുകൊണ്ട് ഒത്തിരി സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പല കടകളും കയറാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പ്രൈമാർക്ക് വഴി ഫിഷ് ഗൈനകത്തോട്ട് കയറാൻ നോക്കി കേട്ടോ. വന്ന കാലം മുതലുള്ള ശീലം മാറ്റാൻ പറ്റണില്ല. അപ്പം ഞാൻ എന്തായാലും അതിനകത്തോട്ട് കയറിയപ്പോൾ വാലന്റൈൻസ് ഡേയുടെ എല്ലാം ഓൾറെഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അടുത്ത മാസമാണ് വാലന്റൈൻസ് ഡേ എന്ന് വിചാരിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈസ്റ്ററുടെ ഐറ്റംസ് ഇപ്പം തന്നെ അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. മാസങ്ങൾക്ക് മുന്നേ ഈ സാധനങ്ങളെല്ലാം ഷെൽഫിൽ കയറ്റുന്ന ഇവിടുത്തെ പതിവായതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമാക്കില്ല. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്സ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പാർക്ക് കാണുന്നത്. ആക്ച്വലി ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളത് മറന്നുപോയി. എന്തായാലും കണ്ട സ്ഥിതിക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ച് വന്നു. നല്ല ശാന്തസുന്ദരമായൊരു സ്ഥലമാണ് കേട്ടോ. ഞാനപ്പോൾ അവിടെ നല്ലൊരു സീറ്റ് നോക്കി തിരിച്ച് നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അടുത്തുള്ള സീറ്റ് തന്നെ കയറിയിരുന്നു. അതുപോലെ ബാക്കി പഫ്സും കഴിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് നടന്നിട്ട് ബിന്നിലോത്തോട്ട് വേസ്റ്റ് ഇടുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു ഹെവൻലി ഫീല്. നാട്ടിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ഞാനിത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ റോട്ടിലോട്ട് മെയിൻ റോട്ടിലോട്ട് കയറി പോണ വഴിക്കാണ് റോളക്സിൻ്റെ വാച്ച് കളക്ഷൻ കണ്ടത്. എന്തെങ്കിലും ഒരിക്കൽ ഒരെണ്ണമെങ്കിലും അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇപ്പോൾ അത് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു റോസസ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാണിച്ചൊരു ചേട്ടനുണ്ടല്ലോ, പുള്ളിയാണ് അത് വിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വുഡാണ് ഇത് വരുന്നത്. ഈ മരത്തിന് നല്ല തിൻ ഷീറ്റ്സ് ആയിട്ട് വെച്ചിട്ടാണ് ആൾ റോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിന് നല്ല ഭംഗിയുള്ള കളേഴ്സ് കൊടുത്തിരിക്കണം. നല്ല രസമായിട്ട് കാണാൻ. വീഡിയോയിൽ അത്രയും ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്കുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വിചാരിച്ചു. അപ്പോൾ സീ യു നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.